ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ മൂന്നാമത്തെ പാഠമാണ്. എന്താണ് അമ്മേ സ്വാതന്ത്ര്യം എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ഈ പാഠഭാഗവും ഇതിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. 2024 ഓഗസ്റ്റ് 15 വ്യാഴം. ഇവിടെ ഒരു കുട്ടിയുടെ ഡയറി കുറിപ്പാണ് തന്നിട്ടുള്ളത്. വായിച്ചു നോക്കൂ. ഇന്ന് സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. പതിവിലും നേരത്തെ സ്കൂളിൽ പോയി. ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന 3 നിറമുള്ള പതക്കം ഷർട്ടിൽ കുത്തി. കുഞ്ഞു ദേശീയ പതാക കയ്യിലെടുത്തു. അമ്മയും എന്നോടൊപ്പം സ്കൂളിലേക്ക് വന്നിരുന്നു. എനിക്ക് സന്തോഷമായി. വഴിയിൽ മുഴുവൻ അലങ്കാരങ്ങൾ. കുങ്കുമം, വെള്ള, പച്ച നിറങ്ങളിലുള്ള തോരണങ്ങൾ. വാഹനങ്ങളിലെല്ലാം മൂവർണ്ണ കൊടികൾ. വഴിയിൽ പലയിടത്തും പായസവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. സ്കൂളും 3 നിറങ്ങളാൽ മനോഹരമായി അലങ്കരിച്ചിരുന്നു. എല്ലാവരും സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നു. ഹെഡ്മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്കൂളിലും പായസം ഉണ്ടായിരുന്നു. അടപ്രഥമൻ. ഞങ്ങൾ പായസം കുടിച്ചു. നല്ല സ്വാദ്. എനിക്കിഷ്ടമായി. ഉച്ചയ്ക്ക് വീട്ടിലെത്തി. കൂട്ടുകാരോടൊപ്പം കളിച്ചു. ടിവിയിലും സ്വാതന്ത്ര്യദിന പരിപാടികൾ തന്നെ. വായിച്ചല്ലോ മക്കളെ. ഇനി നമുക്കതിന് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഡയറി വായിച്ചല്ലോ. സ്വാതന്ത്ര്യ ദിനത്തിൽ സ്കൂളിൽ എന്തൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു? സ്കൂൾ കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളുള്ള തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. കുട്ടികളും അധ്യാപകരും എല്ലാവരും സ്കൂൾ മൈതാനത്ത് ഒത്തുചേർന്നു. ഹെഡ്മാസ്റ്റർ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറുകയും ചെയ്തു. പായസ വിതരണവും ഉണ്ടായിരുന്നു. കവിത വായിക്കാം. നമുക്കിവിടെ കെ പല്ലശ്ശനയുടെ ഒരു കവിത തന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കവിതയാണ്. വായിച്ചു നോക്കൂ. ചന്തുവിനുണ്ടൊരു സന്ദേഹം, എന്താണമ്മേ സ്വാതന്ത്ര്യം? ഉത്തരമൊന്നും ചൊല്ലാതെ പുഞ്ചിരി തൂകി മാതാവ്. ഓലത്തുമ്പിൽ ചാഞ്ചാടും ചേലേറുന്നൊരു തത്തമ്മ. ചന്തുവിനുത്തരമെന്നോണം ഒന്ന് ചിലച്ചു ചന്തത്തിൽ. ബന്ധനമില്ലെന്നാകീടിൽ അതാണ് കുഞ്ഞേ സ്വാതന്ത്ര്യം. എന്താ മക്കളെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? എന്താണ് സ്വാതന്ത്ര്യം എന്ന് വളരെ ലളിതമായ ഭാഷയിലാണല്ലേ. ചന്തുവിനുണ്ടൊരു സന്ദേഹം, എന്താണമ്മേ സ്വാതന്ത്ര്യം? ചന്തുവിനൊരു സംശയം. എന്താ സംശയം? എന്താണമ്മേ സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണമ്മേ എന്ന് ചോദിച്ചു. ഉത്തരമൊന്നും ചൊല്ലാതെ പുഞ്ചിരി തൂകി മാതാവ്. അമ്മ അതിന് ഉത്തരമൊന്നും പറയാതെ എന്ത് ചെയ്തു? അവനൊരു പുഞ്ചിരി മാത്രം സമ്മാനിച്ചു. ഒന്ന് ചിരിച്ചു കൊടുത്തു. ഓലത്തുമ്പിൽ ചാഞ്ചാടും ചേലേറുന്നൊരു തത്തമ്മ. ചന്തുവിനുത്തരം എന്നോണം ഒന്ന് ചിലച്ചു ചന്തത്തിൽ. അപ്പൊ ഓലത്തുമ്പത്തിരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു തത്തമ്മ ഉണ്ടായിരുന്നു. തത്തമ്മ ഇത് കേട്ടിട്ട് ചന്തുവിനോട് പറയാനുള്ള ഉത്തരം എന്ന നിലയ്ക്ക് ഒന്ന് എന്ത് ചെയ്തു? ഒന്ന് ചിലച്ചുകൊണ്ട് പറഞ്ഞു. എന്താ? മനോഹരമായി ചിലച്ചുകൊണ്ട് പറഞ്ഞു. എന്ത്? ബന്ധനമില്ലെന്ന ഒരു കീഴിൽ അതാണ് കുഞ്ഞെ സ്വാതന്ത്ര്യം. നമുക്ക് ഒരു ബന്ധനങ്ങളും ഇല്ലാതെ, അല്ലെങ്കിൽ ആരുടെയും കൈകടത്തലുകളോ പരിധികളോ അതിരുകളോ ഒന്നുമില്ലാതെ എന്നാണോ നമ്മളാവുന്നത്, അതാണ് സ്വാതന്ത്ര്യം. അപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയാൻ പറ്റുക. കിങ്ങിണിയുടെ സ്വാതന്ത്ര്യം. ഇന്ന് സാരംഗിന്റെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ. കൂട്ടിലിരുന്ന് കിങ്ങിണി തത്ത കൊഞ്ചി പറഞ്ഞു. പിറന്നാൾ കൂടാൻ കൂട്ടുകാരെത്തി. കിങ്ങിണി അവരോടും കൊഞ്ചിക്കൊണ്ടിരുന്നു. എല്ലാവർക്കും കിങ്ങിണിയെ ഇഷ്ടമായി. കൂട്ടുകാർ ചേർന്ന് വീട് അലങ്കരിച്ചു. വീട്ടുകാരും കുട്ടിക്കൂട്ടത്തിനൊപ്പം ചേർന്നു. കേക്ക് മുറിച്ചു. പിറന്നാൾ സദ്യ ഉണ്ടു. കൂട്ടുകാർ ഒന്നിച്ച് കളിച്ചു തിമിർത്തു. പിറന്നാൾ കെങ്കേമമായി. സാരംഗിന് സന്തോഷമായി. രാത്രിയായി. കൂട്ടുകാരെല്ലാം വീട്ടിലെത്തിയിട്ടുണ്ടാവും. അവരുടെ അച്ഛനമ്മമാരുടെ അടുത്ത്. പാവം കിങ്ങിണി മാത്രം കൂട്ടി. അവൾക്കും ഉണ്ടാവില്ലേ അച്ഛനും അമ്മയും? അവളെ കാണാതെ അവർ വിഷമിക്കുന്നുണ്ടാവും. സാരംഗിന് ഉറക്കം വന്നില്ല. അവൻ മെല്ലെ എഴുന്നേറ്റു. കുറുക്കന്റെ ഓരിയിടലും നായ്ക്കളുടെ കുരയും വകവെക്കാതെ അവൻ പതുക്കെ വാതിൽ തുറന്നു. വരാന്തയുടെ അങ്ങേ തലക്കിലേക്ക് നടന്നു. എങ്ങും ഇരുട്ട്. അവൻ പക്ഷിക്കൂടിനടുത്തെത്തി. കൂട്ടിൽ കിങ്ങിണി ഒറ്റയ്ക്ക്. സാരംഗ് കിങ്ങിണിയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി. കൂട് തുറന്നു. കിങ്ങിണി വന്ന് അവന്റെ കയ്യിലിരുന്നു. അതിന്റെ ചിറകിൽ അവൻ ഒരു ഉമ്മ നൽകി. ചെവിയിൽ എന്തോ മന്ത്രിച്ചു. അതിന് താഴെ നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. സാരംഗ് കിങ്ങിണിയുടെ ചെവിയിൽ മന്ത്രിച്ചത് എന്തായിരിക്കും? എന്തായിരിക്കാം മക്കളെ? ഒരുപാട് നാളായില്ലേ നീ ഈ കൂട്ടിൽ കിടക്കുന്നു. നിന്നെ കാണാതെ നിന്റെ അച്ഛനും അമ്മയും എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും. നിനക്കുമില്ലേ അവരെ കാണാനും സ്വതന്ത്രമായി പറക്കാനും ആഗ്രഹം? ഞാനിതുവരെ അതേക്കുറിച്ച് ആലോചിച്ചില്ല. നീ എന്നോട് ക്ഷമിക്ക്. ഞാൻ നിന്നെ തുറന്നു വിടാൻ പോവുകയാണ്. നീ നിന്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം സന്തോഷമായി ജീവിച്ചോളൂ. ഇതായിരിക്കാം അല്ലെ സാരംഗ് പറഞ്ഞിട്ടുണ്ടാവുക. ഇനി നമുക്ക് മഹാത്മജിയെ കുറിച്ചൊരു കവിത തന്നിട്ടുണ്ട്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എഴുതിയ കവിതയാണ്. വായിച്ചു നോക്കൂ. മുൻവരിപ്പല്ലു പൊയ്പോയ മോണ കാട്ടി ചിരിച്ചൊരാൾ ചമ്രം പടിഞ്ഞിരിക്കുന്ന പടം നീ കണ്ടതില്ലയോ?
അതാണു ഗാന്ധി അപ്പൂപ്പൻ, ആരിലും കനിവുള്ളവൻ, കൊച്ചു കുഞ്ഞുങ്ങളോടൊത്തു കളിപ്പാൻ കൊതിയുള്ളവൻ. വിളിപ്പൂ നാട്ടുകാരെല്ലാം ബാപ്പുവെന്നു പലപ്പോഴും, ആ വാക്കു കേട്ടിരിക്കും നീ അച്ഛനെന്നർത്ഥമായിടും. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റുവാൻ വേല ചെയ്യുകയാൽ മഹാത്മാഗാന്ധി എന്നുള്ള പേരു നീളെ പ്രസിദ്ധമായി. എന്താ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? ഗാന്ധിജിയെ കുറിച്ചുള്ള കവിതയാണ്. മുൻവരിപ്പല്ലു പൊയ്പോയ മോണ കാട്ടി ചിരിച്ചൊരാൾ, ചമ്രം പടിഞ്ഞിരിക്കുന്ന പടം നീ കണ്ടതില്ലയോ? മുന്നിലെ വരിയിലെ പല്ലുകളൊക്കെ പോയ ഒരാള്, ചമ്രം പടിഞ്ഞിരിക്കുന്ന പടം, ചിത്രം അല്ലെങ്കിൽ ഫോട്ടോ കണ്ടിട്ടില്ലേ നീ എന്ന് ചോദിച്ചു അല്ലെ. ഗാന്ധിജിയെ കണ്ടിട്ടില്ലേ എന്നാണ് കുട്ടികളോട് ചോദിക്കുന്നത്. അതാണ് ഗാന്ധി അപ്പൂപ്പൻ, ആരിലും കനിവുള്ളവൻ. അതാണ് നമ്മുടെ ഗാന്ധിജി, അതാണ് നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. അദ്ദേഹം എങ്ങനെയാണ്? ആരെക്കാളും കൂടുതൽ കനിവുള്ളവനാണ്. കൊച്ചു കുഞ്ഞുങ്ങളോടൊത്തു കളിപ്പാൻ കൊതിയുള്ളവൻ. അദ്ദേഹം എങ്ങനെയാണ്? അദ്ദേഹത്തിന് കൊച്ചു കുട്ടികളോടൊപ്പം കളിക്കാൻ വളരെ ഇഷ്ടമാണ്. വിളിപ്പൂ നാട്ടുകാരെല്ലാം ബാപ്പു എന്ന് പലപ്പോഴും, നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ എന്ത് വിളിക്കും? ബാപ്പു എന്ന് വിളിക്കും. ബാപ്പുജി എന്ന് കേട്ടിട്ടില്ലേ? ബാപ്പു എന്ന് വിളിക്കും. ആ വാക്ക് കേട്ടിരിക്കും നീ അച്ഛൻ എന്ന അർത്ഥമായിടും. ആ വാക്ക് നീ കേട്ടിട്ടുണ്ടാവും. ബാപ്പു, ഗാന്ധിജിക്ക് ബാപ്പു എന്നൊരു വിളിപ്പേരുള്ളത് നീ കേട്ടിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം എന്താണ്? അച്ഛൻ എന്നാണ്. അച്ഛൻ എന്ന അർത്ഥമാണ് ആ വാക്കിന് വരുന്നത്. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റുവാൻ വേല ചെയ്യുകയാൽ മഹാത്മാഗാന്ധി എന്നുള്ള പേരു നീളെ പ്രസിദ്ധമായി. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഓരോ കർമ്മവും ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദുഃഖവും കഷ്ടപ്പാടും മാറ്റാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് മഹാത്മാഗാന്ധി എന്നുള്ള പേരും വന്നു. ഓക്കെ, അങ്ങനെയാണ് അപ്പോൾ ഗാന്ധിക്ക് മഹാത്മാഗാന്ധി എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഇനി അതിന് താഴെ 3 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ചോദ്യം 1, ഗാന്ധിജിയെ വിളിക്കുന്ന മറ്റു പേരുകൾ എന്തൊക്കെ? ബാപ്പുജി, മഹാത്മാ. ചോദ്യം 2, ഗാന്ധിജിക്ക് കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ് എന്ന് സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതാം. ഏതാണ് ആ വരികൾ? കൊച്ചു കുഞ്ഞുങ്ങളോടൊത്തു കളിപ്പാൻ കൊതിയുള്ളവൻ. ചോദ്യം 3, ബാപ്പു എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? അച്ഛൻ എന്നാണ് അർത്ഥം. നമ്മുടെ പതാക, നമ്മുടെ ദേശീയ പതാകയ്ക്ക് 3 നിറങ്ങളുണ്ട്. മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ളയും താഴെ പച്ചയും, മധ്യത്തിലായി അശോക ചക്രവും ഉണ്ട്. ഇനി അതിന് താഴെ നമുക്ക് നിറം നൽകാം എന്ന് പറഞ്ഞിട്ട് ഒരു ദേശീയ പതാകയുടെ ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ മക്കള് അതിന് നിറം നൽകുക. നിറം നൽകുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ദേശീയ പതാകയുടെ നിറം എന്താണോ അത് തന്നെ നൽകണം. മുകളിൽ കുങ്കുമം, നടുവിൽ വെള്ള, താഴെ പച്ച, പിന്നെ അശോകചക്രം. അശോകചക്രത്തിന് 24 ആരക്കാലുകളുണ്ട്. അവയ്ക്ക് നീല നിറവും നൽകണം. ഇനി അടുത്തതായി നമുക്ക് ചാച്ചാജിയുടെ റോസാപ്പൂവ് എന്നുള്ള ചെറിയൊരു പാഠഭാഗം തന്നിട്ടുണ്ട്, അതുകൂടെ നോക്കാം. നെഹ്റുവിന് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു, അതുപോലെ പൂക്കളെയും. ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ ഒരു കുട്ടി വന്നു. അവൾ നല്ല ഒരു റോസാപ്പൂവ് കൊണ്ടുവന്നിരുന്നു. പൂവ് വാങ്ങാൻ അദ്ദേഹം കൈനീട്ടി. കുട്ടി അദ്ദേഹത്തോട് കുനിഞ്ഞിരിക്കാൻ പറഞ്ഞു. താൻ കൊണ്ടുവന്ന റോസാപ്പൂവ് അവൾ ചാച്ചാജിയുടെ കോട്ടിന്റെ പോക്കറ്റിൽ ഭംഗിയായി കുത്തിക്കൊടുത്തു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹം കുട്ടിയുടെ കവിളത്ത് സ്നേഹപൂർവ്വം തലോടി. അന്നു മുതലാണത്രേ നെഹ്റു തന്റെ കുപ്പായത്തിൽ റോസാപ്പൂവ് ധരിച്ചു തുടങ്ങിയത്. ഇനി നമുക്ക് ഇതിന് താഴെ ഒരു ചോദ്യം കൂടെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. ചോദ്യം 1, ചാച്ചാജിയുടെ തൊപ്പി നിർമ്മിക്കാം. മക്കളെല്ലാവരും ചാച്ചാജിയുടെ തൊപ്പി കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമുക്ക് ആ തൊപ്പി ഒന്ന് നിർമ്മിച്ചു നോക്കണം. അതായത് പേപ്പർ ഉപയോഗിച്ച്, കടലാസ് ഉപയോഗിച്ച് ആ തൊപ്പി ഒന്ന് നിർമ്മിച്ചു നോക്കാം. ചോദ്യം 2, ഗാന്ധിജിയുടെയും ചാച്ചാജിയുടെയും ചിത്രങ്ങൾ ശേഖരിക്കാം. ഒരുപാട് ചിത്രങ്ങൾ നിങ്ങൾക്ക് പാഠപുസ്തകങ്ങളിൽ നിന്നും നെറ്റിൽ നിന്നും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് നിങ്ങൾ ശേഖരിക്കുക. നിങ്ങളുടെ ശേഖരണ പുസ്തകത്തിൽ നിങ്ങൾക്ക് അത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ 3ാമത്തെ യൂണിറ്റിൽ ചെയ്ത് നോക്കാനായിട്ടുള്ളത്. ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ വർക്ക് ബുക്ക് ആക്ടിവിറ്റീസ് നമ്മൾ വരും ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്